ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നത്. ഇന്നലെ മാത്രം 90,000-ന് മുകളിൽ ഭക്തർ ദർശനത്തിനെത്തിയതായാണ് അനൌദ്യോഗിക കണക്ക്. പരമ്പരാഗത കാനനപാത വഴിയും സത്രം വഴിയും ഇന്നലെ മുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംഘത്തിന്റെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പരിശോധനയ്ക്കായി ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികൾ ശ്രീകോവിലിൽ തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സന്നിധാനത്തു നിന്നും രജിത് കുമാർ നൽകും. രജിത്, ശബരിമലയിൽ ഭക്തജന തിരക്കാണ്. സ്വാഭാവികമാണ്, ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വവും ഒപ്പം സർക്കാരും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. മണിക്കൂറുകൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാന കാര്യം. ഇന്നലെ മാത്രം ഏകദേശം 1 ലക്ഷത്തിനടുത്ത ആളുകൾ, 1 ലക്ഷത്തിന് മുകളിലേക്ക് ആളുകൾ ദർശനത്തിനായി എത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ സാധാരണ രീതിയിൽ വെർച്വൽ ക്യൂ വഴി മാത്രം 90,000-ഓളം അയ്യപ്പ ഭക്തർ എത്തിയിട്ടുണ്ട്. അല്ലാതെ സ്പോട്ട് ബുക്കിംഗ് അല്ലാതെയും കാനനപാത വഴി എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരുമുണ്ട്. അവരുടെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് അയ്യപ്പ ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ കൂടുതൽ സമയം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലർക്കും ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തർക്കും അവിടേക്ക് എത്തുന്നതിനും ഇവിടെ എത്തി ദർശനം നടത്തുന്നതിന് പ്രത്യേക ക്യൂ സംവിധാനങ്ങളൊന്നും തന്നെ സജ്ജീകരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണകളിലൊക്കെ പ്രത്യേക ക്യൂ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നു എങ്കിലും ഇത്തവണ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെയും ക്രമീകരിച്ചിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ അവയ്ക്കും മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്ത് തന്നെയായാലും അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-ാം തീയതി വരെ പൂർണ്ണമായും വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ ശബരിമലയിലേക്ക് 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ എല്ലാ ദിവസവും ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോവുക. നിലവിൽ ആ തിരക്ക് അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ്. എന്നാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കർശനമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നതിന് നേരിയൊരു നിയന്ത്രണമുണ്ട്. കാരണം ശബരിമലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന അയ്യപ്പ ഭക്തരെ ഉൾക്കൊണ്ട് അവരെ എത്രയും വേഗം പമ്പയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് കൂടുതൽ പേരെ ദർശനത്തിനായി എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെയാണ് ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾക്കായി ശബരിമലയിലേക്ക് എത്തിയത്. അവർ ശബരിമലയിലെ ശ്രീകോവിലിന് പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി തൂക്കവും അതുപോലെ തന്നെ അവയുടെ പരിശുദ്ധിയും ഒക്കെ പരിശോധിക്കുകയും ശാസ്ത്രീയ പരിശോധനകൾക്കായി ഇവയുടെ സാമ്പിളുകളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആരംഭിച്ച പരിശോധനയാണ് ഇന്ന് പുലർച്ചെ വരെ തുടർന്നു. ഒപ്പം സാമ്പിളുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ സംഘം തിരികെ പോയത്. പുലർച്ചയോടുകൂടി ശ്രീകോവിലിൽ നിന്നും ശ്രീകോവിലിന്റെ ഭിത്തികളിൽ നിന്നുമൊക്കെയായി ഇളക്കി മാറ്റി പരിശോധനയ്ക്കായി എടുത്ത സ്വർണ്ണപ്പാളികൾ അവ തിരികെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കട്ടള ഉൾപ്പെടെയുള്ളവയാണ് ഇളക്കിയെടുത്ത് പരിശോധനയ്ക്ക് തൂക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. ഇവയുടെ സാമ്പിളുകളടക്കം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധന ഇനി കൊച്ചിയിൽ പുരോഗമിക്കും. ശാസ്ത്രീയ പരിശോധനകളൊക്കെ അവിടെ വെച്ച് പൂർത്തീകരിച്ചതിന് ശേഷം ഇവയുടെ വ്യക്തമായ വിവരങ്ങൾ, തൂക്കവും ഒപ്പം തന്നെ മാറ്റുൾപ്പെടെയുള്ളവയുടെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ വരാൻ പോകുന്ന സമയങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തെളിവായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ആ തെളിവ് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവയുടെ 2ാമതായി പുനഃസ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളുടെയും നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെയും അളവും തൂക്കവും കൃത്യമായി തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് പ്രധാന തെളിവായി മാറാൻ ഉള്ളതിനാൽ തന്നെ അത്തരം കൃത്യമായ കണക്കുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് സംഘം ഇന്ന് മലയിറങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സംഘം ഇവിടെ നിന്നും മലയിറങ്ങും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളതും. എന്തുതന്നെയായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ശബരിമലയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ദർശന സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ശബരിമലയിൽ തുടരുകയാണ്. എന്തിനായാലും ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു തന്നെ തുടരും.